ഗുഡ് മോർണിംഗ് പപ്പ. ഏട്ടാ ഇത് എവിടുന്നാ എത്തിയോ? ഏട്ടന്റെ പൊന്നുമോള് കണ്ണ് ഇറുക്കി അടച്ചിട്ട് ആ ബ്ലാങ്കറ്റ് മാറ്റ്. ഏട്ടാ ഇന്ന് വിഷുവാണ്. ഉവ്വ്, നിനക്ക് കണി കാണണ്ടേ? എനിക്ക് ഏട്ടനെ കണ്ടാ മതി. പോരാ, അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ, 2 മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു. ഒരിക്കൽ മോപ്പടിയിൽ നിന്ന് വീണ് കാലുളുക്കി. അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു. വേണ്ട വേണ്ട, എന്റെ മോള് കണ്ണിറുക്കി അടച്ചിട്ട് കട്ടിലിൽ ഇറങ്ങി നടക്ക്. ഒന്നും കാണുന്നില്ല. മോളെ, നീ കണ്ണടച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ കാണും? ആ, നേരെ നടക്ക്. ഇവിടെ എവിടെയോ ഒരു ഡോർ. അയ്യോ, ഇടിച്ചോ? വാതിൽ അടച്ചിരിക്കല്ലേ, വാതിൽ തുറക്ക്. അവിടെ സ്റ്റെയർ കേസ് ഉണ്ട്, തട്ടി വീഴല്ലേ. സാറ് എവിടെയായിരുന്നു ഈ 3 ദിവസം? ഞാന് കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോ ആര്യ വൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു. ആ കാലിന്റെ മുട്ടിന്റെ വേദനയുടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ. വാര്യര് വിട്ടില്ല, 2 ദിവസം അവിടെ പിടിച്ച് കിടത്തി. മീശയോ? മീശ അല്ല പപ്പ, മേശ. മേശ മേശ കാലി തട്ടാ നടക്ക്. ഞാൻ എവിടെയെങ്കിലും വീഴും. വീണ ഏട്ടനില്ലേ? ആ, നടന്നോളൂ. ഇനി ടേൺ ടു യുവർ ലെഫ്റ്റ്. ആ, ഇനി ഒരു 4 സ്റ്റെപ്പും കൂടെ. ആ, നിക്ക്. ഇനി കണ്ണു തുറന്നോ. എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ്, കുണ്ടും കുഴിയും. ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണുണ്ടല്ലോ, എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക് അതില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണേ. വരണ വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു, ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല. അത് കുറച്ചായി കേൾക്കണു. അങ്ങനെ ഇരിക്കുമ്പോ ബാൻഡ് എടുത്തോണ്ടങ്ങ് ഇറങ്ങും. എവിടേക്കാ ഏട്ടാ? ഒന്ന് കോയമ്പത്തൂർ വരെ. ഇടയ്ക്കിടയ്ക്ക് പോവാൻ മാത്രം. ഈ കോയമ്പത്തൂർ എന്താ ഇത്ര വലിയ ലണ്ടനോ പാരീസോ മറ്റാണോ? ബിസിനസ് ആവശ്യമല്ലേ പപ്പ, ഒഴിവാക്കാൻ പറ്റുമോ? ക്ഷമ പറയണ ഏട്ടന് കോയമ്പത്തൂര് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന. അത് രസമായിട്ടുണ്ട്. ആരേ ക്ഷമ? ഏട്ടനറിയാം, ഡോക്ടർ മാലതി മേനന്റെ മോള്. ഓ, മെഡിസിൻ കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാതെ വഴിപ്പ് നടക്കണ കുട്ടി. ആ, അവള് തന്നെ. അവൾ ഏട്ടനിട്ടിരിക്കുന്ന പേരറിയോ? സർഫ് എക്സൽ. സർഫ് എക്സൽ അതെന്താ? ആ, ഏട്ടന്റെ ഡ്രസ്സിംഗ് തന്നെ അതിന് കാരണം. ഈ വെള്ളം മുണ്ടി ഷർട്ടും സർഫ് പൗഡറിന്റെ പരസ്യയാത്ര. അത് രസമായിട്ടുണ്ട്. ഏട്ടാ, ആ മുട്ടിന്റെ വേദന മാറിയോ? 2 നാൾ അവിടെ കിടന്നു കൂട്ടിയതിന്റെ ഫലം കിട്ടിയിരിക്കണു. ഇപ്പൊ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. ഇവിടെ എന്താ വിശേഷം, അത് പറയൂ. ഇവിടെ ഞങ്ങൾ റിഹേഴ്സലിന്റെ തിരക്കിലല്ലേ. ഓ, നിങ്ങളെ ഡാൻസ്. ഏട്ടാ, ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില കുറയ്ക്കല്ലേ. ഇത് ഒപ്പേറയാണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ക്രോസ് സെക്ഷൻ. ഞങ്ങളുടെ ഉത്സവ് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോ നോക്കിക്കോളൂ, ക്രിട്ടിക്സ് അങ്ങനെ പറയും. അത് തന്നെ പരമേശ്വരന്റെ അനിയത്തിയല്ലേ? എന്താ പറയാ, അതിന്റെ ഒരു ന്യൂക്ലിയസ്. അയ്യോ അല്ല, നന്ദൻ തന്നെയാണ് ഏട്ടാ. സ്ക്രിപ്റ്റ് എഴുതി, സോങ്സ് എഴുതി, കമ്പോസ് ചെയ്ത്, ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത്, ശരിക്കും പറഞ്ഞ ദ പവർ ബിഹൈൻഡ്, ദ മാൻ ബിഹൈൻഡ്. നന്ദനെ ഏട്ടൻ ഒന്ന് പരിചയപ്പെടണം. റിയൽ ജീനിയസ്. ഇതാരാ ഈ മഹാൻ? പപ്പ ഇങ്ങനെ ലോഭമില്ലാതെ പുകഴ്ത്തുന്ന കക്ഷി. പാവാണേട്ടാ. ഡാൻസ്, മ്യൂസിക്, വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിലില്ലാത്ത ഒരു പാവം പയ്യൻസ്. No. Sorry, Papa. You're repeating the same mistake again. Sorry, Nandan. ഈ കൈയാണ് പ്രശ്നം. ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെയല്ല, ഇങ്ങനെ മുകളിൽ വരണം. ഈ പോസ്റ്റർ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ സാരല്ല.
ഒരു പ്രാവശ്യം നോക്കാം ആ മ്യൂസിക് ഇട്. ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നെന്താ? ശരി ആ മൂമെന്റ് ഒന്ന് കാണിക്കാം. കൈ എടുക്കാം. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. സീ ഈ കൈ should go up. ഇത് ഓക്കെ ദാറ്റ്സ് ഇറ്റ്. അതെ ഇത് തന്നെ. ആ വെരി ഗുഡ്. ഇനി ഫേസ് ഈ ഒരു ആംഗിൾ, പിന്നെ ഈ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെപ്പോഴും ഓർമ്മിക്കണം. Come. വാ. എടി പപ്പ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ദേവകിയമ്മ വിളി. ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോടി. ആനയെ തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ. അത് കുറെ സംഘടിപ്പിച്ച് തരട്ടെ. ബെസ്റ്റ് ഐഡിയ. ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സർഫ് എക്സലിന് കൊടുക്ക്. എപ്പോ നോക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി മുന്നിന്റെ പുറത്ത് കേട്ടോ. നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പൊസസീവായാലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കേട്ടു. നീ കൊട്ടും ആലവലാതി. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക്. ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ. റിയലി ഐ നീഡ് എ ഷവർ. ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത്. ഏട്ടൻ വന്നോ? വന്നോ. ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. എന്താടി കിടന്ന് പോകുന്നേ? എന്തോ കണ്ട് പേടിച്ച പോലെ. കണ്ടടി, സർഫിനെ കാണാനൊന്നും ബാക്കിയില്ല. വട്ടോ പെണ്ണിന്. അത് ക്ഷമ. ഏട്ടനറിയില്ലേ? എന്താ? ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ല. അത് അക്ഷമയാണ്. അക്ഷമ. I'm breaking all the